ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? വളരെ പെട്ടെന്നൊരു ലഞ്ച് ബോക്സ് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താലും പ്രശ്നമില്ല. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഒരു വലിയ ഉള്ളീൻ്റെ പകുതി ചെറുതായി അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു ക്യാരറ്റ് അതും പൊടിയായി ചുരണ്ടി എടുത്തതാണ്, അതും ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ കോണ് കുക്കറിലിട്ട് പുഴുങ്ങിയെടുത്തതാണ്. പിന്നെ അത് പൊടിയായി എരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുക. ഒരു പച്ചമുളക് അതും നല്ലപോലെ പൊടിയായി എരിഞ്ഞെടുക്കുക, അതും ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണോടെ ഒറിഗാനോ പൗഡർ, 1/2 ടീസ്പൂണ് നമ്മൾ ചെറിയ ജീരകം പൊടിച്ചതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഞാൻ നഗറ്റ്സ് ഇല്ലേ അതുണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. പിന്നെ കുറച്ച് നമ്മളെ മാഗി പൗഡർ ഉണ്ടല്ലോ, മാഗി മസാല, അത് ആവശ്യമില്ല. പിന്നെ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. പിന്നെ നല്ലോണം പുഴുങ്ങിയെടുത്ത് നല്ലോണം പുഴുങ്ങി, എന്താ പറയുക, ഒട്ടും കഷ്ണമില്ലാത്ത ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, നല്ലോണം പൗഡർ പോലെ പൊടിഞ്ഞ് വരണം. പിന്നെ അങ്ങനെയുള്ള ഉരുളക്കിഴങ്ങ് അതും എടുക്കുക. ആ ഉരുളക്കിഴങ്ങ് നേരെ 2 കഷ്ണമാക്കിയിട്ട് നമ്മൾ പുഴുങ്ങിയെടുത്താൽ നല്ല പോലെ തന്നെ അത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. വേവുന്ന സമയത്ത് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്ത് വേവിച്ചിട്ടെടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് നിർബന്ധം, മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് പനീർ, അതിൽ ഞാൻ നല്ലോണം കൈ കൊണ്ട് പൊടിച്ചെടുത്തതാണ്. കുറച്ച് നമ്മളെ ചീസിൻ്റെ ചിപ്സ് അതിനും അതും ഇട്ട് കൊടുത്ത് നമ്മൾ കുഴച്ചെടുത്താൽ കയ്യിൽ ഇതുപോലെ ഉരുട്ടി എടുക്കാൻ പറ്റുന്നൊരു പാകത്തിൽ. ഇനി ഇതിനെ നമുക്കൊരു ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് സ്ക്വയറായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇതൊരു 10-15 മിനിറ്റോളം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ വിരൽ പോലെ നഗറ്റ്സ് രീതിയിൽ കട്ട് ചെയ്തിട്ടെടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് ഇത് കുറച്ച് വലുപ്പമുണ്ടല്ലോ, അപ്പോൾ അതിനെ നേരെ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. എല്ലാ പീസും ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കുക. പിന്നെ നമുക്ക് വേണം ഇതിനൊരു കൂട്ടുണ്ടാക്കിയെടുക്കണ്ടേ. ഇതിനൊന്ന് മുക്കി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് മൈദപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവർ പൗഡറും ഉപ്പ് ഇട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് കലക്കി വെക്കുക. പിന്നെ നമുക്ക് ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് ഇതിനെ പൊതിഞ്ഞെടുക്കുക. അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നതന്നെയല്ലേ, അപ്പോൾ അത് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി മുഴുവനായിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഒന്ന് കൈയിൻ്റെ ഇടയിൽ വെച്ചിട്ടൊന്ന് ഇതിനൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. വിരൽ പോലെ ഒന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കുക. ലഞ്ചിനാണെങ്കിലും നമുക്ക് സ്നാക്സിനാണെങ്കിലും കുട്ടികൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് സോസും കൊടുത്തയച്ചാൽ മതി. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളതിൽ ചീസും പിന്നെ പനീറെല്ലാം വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. പിന്നെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കുറേ സമയം ഇത് വെക്കാൻ പറ്റില്ല. അപ്പം പെട്ടെന്ന് ചെയ്തെടുക്കും തോറും നമുക്ക് ഇതൊന്ന് പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വറുത്ത് കോരി എടുക്കാം, ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു ഗോൾഡ് കളറാകുമ്പോൾ എടുത്ത് കോരി മാറ്റിയാൽ മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അത് ഓൾറെഡി വെന്ത സാധനമല്ലേ. ഇതൊന്ന് ഒരു ഗോൾഡ് കളറായി മാത്രം മതി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. താങ്ക് യു.